Hi, this is Pavitran, investment advisor from Insurance and Investment Talk. ഇന്നത്തെ എൻ്റെ വീഡിയോ മറ്റൊരു പുതുമയുള്ള വിഷയവുമായിട്ടാണ്. മലയാളികൾ ഏതാണ്ട് 40 ലക്ഷത്തോളം പേർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. NRO അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് NRE അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പല NRI ഫ്രണ്ട്സും എന്നോട് ചോദിച്ച ഒരു വിഷയമാണ്. അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതറിയാൻ അധികം താല്പര്യമുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ ആദ്യ അവസാനം വീഡിയോ കാണുക. അതിന് മുന്നേറ്റ് NRO അക്കൗണ്ടിനെ കുറിച്ചും NRE അക്കൗണ്ടിനെ കുറിച്ചും ഞാൻ പറയാം. ഈ രണ്ട് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുകളാണ്. വിദേശ ഇന്ത്യക്കാർക്ക് മാത്രമേ ഈ അക്കൗണ്ട് ആരംഭിക്കാൻ പറ്റുള്ളൂ, തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഇത് നിയന്ത്രിക്കുന്നത് ഫെമ ആൻഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. NRE അക്കൗണ്ട് അണ്ടർ ഫെമയിലാണ്, ഫെമയുടെ കീഴിലാണ്. ഫെമ എന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. വിദേശ ഫണ്ട് നിയന്ത്രിക്കുന്നത് ഫെമ നിയമപ്രകാരമാണ്. എന്നാൽ NRO അക്കൗണ്ട് അണ്ടർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, IT ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് NRO അക്കൗണ്ട് വരുന്നത്. NRO അക്കൗണ്ട് ഇന്ത്യയിലുള്ള വരുമാനം നിക്ഷേപിക്കാനുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ്. എന്നാൽ NRE അക്കൗണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള വരുമാനം സൂക്ഷിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണ്. ഈ രണ്ട് ബാങ്ക് അക്കൗണ്ടും NRIക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. NRO എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഓർഡിനറി എന്നാണ് അർത്ഥം. NRE അക്കൗണ്ടിൽ നിന്ന് യഥേഷ്ടം പണം നമുക്ക് NRO അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം വിദേശ പണം ഇന്ത്യയിലേക്ക് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്വാധീനം ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് വിദേശ പണം അത്യാവശ്യവുമാണ്. എന്നാൽ NRO അക്കൗണ്ടിൽ നിന്ന് NRE അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫെമയുടെ നിബന്ധനകളും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിബന്ധനകളും പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. NRO അക്കൗണ്ടിൽ നിന്നും വിദേശത്തേക്ക് പണം അയക്കണമെങ്കിൽ, NRE അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം ടാക്സ് അതോറിറ്റിയുടെയും ഫെമയുടെ നിയമങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫണ്ടിൻ്റെ സോഴ്സ് ആണ് ആദ്യം പരിശോധിക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്ന ഫണ്ടാണ്? ടാക്സ് കൊടുത്ത ഫണ്ടാണോ, അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ഫണ്ടാണോ, അല്ലെങ്കിൽ നേരത്തെ NRE അക്കൗണ്ടിൽ നിന്ന് NRO അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ ബിസിനസ് നടത്തി ലാഭം കിട്ടിയ തുകയാണോ? അതിന് ഫണ്ടിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പരിഗണിക്കുക. ഇതിന് നമ്മൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം ബാങ്കിന് നമ്മൾ ഫോം A2 ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫോമിലാണ് ഈ ഫണ്ടിൻ്റെ സ്വഭാവം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എവിടെ നിന്ന് കിട്ടി, ടാക്സ് അടച്ചതാണോ, ടാക്സ് ഫ്രീ ആണോ, നേരത്തെ NRE അക്കൗണ്ടിൽ നിന്ന് NROയിലേക്ക് വന്നതാണോ, തിരിച്ച് NRO അക്കൗണ്ടിൽ നിന്ന് ആ ഫണ്ട് തിരിച്ച് NREയിലേക്ക് കൊണ്ടുപോകുന്നതാണോ, മടക്കി കൊണ്ടുപോകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോം A2 നമ്മൾ വിവരിക്കുന്നത്. അത് ബാങ്കിന് കൊടുക്കണം. അതേസമയം നമ്മൾ ഫോം 15CA ഫില്ല് ചെയ്തിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം. അതിലും നമ്മൾ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ഇത് എവിടുന്ന് കിട്ടിയ ഫണ്ടാണ്, ഓൾറെഡി ടാക്സ് അടച്ച ഫണ്ടാണോ, അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആണോ തുടങ്ങിയ എല്ലാ വിവരങ്ങളും, അല്ലെങ്കിൽ റെൻ്റായിട്ട് കിട്ടിയതാണോ, അല്ലെങ്കിൽ പിന്നെ ഡിവിഡൻ്റ് ആണോ, ഏത് സോഴ്സിലാണ് ഈ ഫണ്ട് വന്നിരിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു വർഷം നമുക്ക് $1 മില്യൺ തുക നമുക്ക് വിദേശത്തേക്ക് NRO അക്കൗണ്ടിൽ നിന്ന് NRE അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. ഏതാണ്ട് 7 കോടി 7.5 crores തുക ഓരോ ഫിനാൻഷ്യൽ ഇയറും നമുക്ക് NRO അക്കൗണ്ടിൽ നിന്ന് NRE അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും.
പക്ഷേ പ്രൊവൈഡഡ് ഈ രണ്ട് നിബന്ധനകൾക്ക് വിധേയമായി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് NRO അക്കൗണ്ടിൽ നിന്ന് NRI അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ രണ്ട് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർമിഷനോട് കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ നടക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിനെ കുറിച്ച് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.